ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അധ്യാപകർ, അതുപോലെ സ്നേഹനിധികളായ കൂട്ടുകാരെ, ഞാൻ എനിക്ക് അനുവദിക്കപ്പെട്ട ഈ ചുരുങ്ങിയ സമയം ചിലവഴിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിൽ വിദ്യാലയങ്ങളുടെ പങ്ക് എന്ന വർത്തമാന കാലഘട്ടത്തിൽ ഏറെ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ്. എന്താണ് പരിസ്ഥിതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നാം ജീവിക്കുന്ന ചുറ്റുപാടാണ് പരിസ്ഥിതി. പൂക്കളും പുഴകളും പുഴുക്കളും മരങ്ങളും അത് ചേക്കേറുന്ന പക്ഷികളും അതുപോലെ ജൈവ അജൈവ ഘടകങ്ങളും ഒക്കെ ഒത്തുചേർന്നതാണ് പരിസ്ഥിതി. ആസ്വദിക്കാൻ മനസ്സുള്ളവർക്ക് പ്രകൃതിയിൽ സംഗീതമുണ്ടെന്നാണ് വില്യം ഷേക്സ്പിയർ പറഞ്ഞിട്ടുള്ളത്. നമുക്കതിന് സാധിക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നുവെങ്കിൽ വിഷുവും ക്രിസ്തുമസും ഓണവും ഒക്കെ വന്നെത്തുന്നത് പോലെ പ്രളയവും ഉരുൾപൊട്ടലുമൊന്നും നമ്മെ തേടി എത്തുമായിരുന്നില്ലല്ലോ. അതുപോലെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായി കണ്ടിരുന്ന എത്ര ജീവജാലങ്ങളാണ് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തോടുകളിലും കുളങ്ങളിലും കണ്ടിരുന്ന പല മീനുകളെ ഇന്ന് കാണാനുണ്ടോ? പകർച്ചവ്യാധികൾ ഇത്രമേൽ അധികരിച്ച ഒരു കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? എന്തിനു പറയണം, കർഷകന്റെ മിത്രമായ മണ്ണിനെ പോലും കാണാൻ സാധിക്കാത്തൊരു കാലമല്ലേ നമുക്കരികിൽ വന്നെത്തിയിരിക്കുന്നത്. ഇവയൊന്നും പ്രകൃതിയിൽ സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല, മറിച്ച് മർത്യന്റെ തെറ്റായ ചെയ്തികളിൽ നിന്നും രൂപപ്പെട്ടു വരുന്നവയാണ്. എന്തൊക്കെയാണ് ആ തെറ്റായ രീതികൾ? നിങ്ങൾക്ക് കൃത്യം ലഭിക്കുന്നതായി അവ ഞാനൊന്നും പങ്കുവെക്കാം. പാടങ്ങളും കുളങ്ങളും നികത്തി വീടുകൾ നിർമ്മിച്ചവരല്ലേ നാം. മരങ്ങളും കുന്നുകളും നശിപ്പിച്ച് സ്വന്തം താല്പര്യങ്ങൾ നിറവേറ്റിയവരുമല്ലേ നാം. പ്ലാസ്റ്റിക്കുകൾ കത്തിച്ചും ഫാക്ടറികളിലെ പുകകൾ തള്ളിയും അന്തരീക്ഷത്തെ പൊള്ളിച്ചവരല്ലേ നാം. അങ്ങ് വടക്ക് കാസർഗോഡ് ജില്ലയിൽ കീടങ്ങളെ നിവാരണം ചെയ്യാനെന്ന പേരിൽ കൊടും വിഷം തളിച്ച് സൂക്ഷ്മജീവികളെയും നിലവിൽ ജീവിക്കുന്നതും ഇനി ജീവിക്കാനിരിക്കുന്നതുമായ സകല ജീവജാലങ്ങൾക്കും ജനിതക വൈകല്യം വരുത്തി തീർത്തതിന് കാരണമായി തീർന്നവരല്ലേ നാം. ഇങ്ങനെ പ്രകൃതിയോട് ചെയ്ത കൊടും ക്രൂരതയുടെ പ്രവർത്തന ഫലമാണ് നാം ഇന്നനുഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളൊക്കെയും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ വിദ്യാലയങ്ങളിലും കൃത്യമായ ബോധവൽക്കരണം നൽകിക്കൊണ്ട് ഒരു മാറ്റത്തിനായി വിദ്യാർത്ഥികളെ പാകപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഭാവിയുടെ നെടും തൂണായി പ്രവർത്തിക്കേണ്ടവരാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ. അവർക്ക് വിദ്യാലയം മുൻകൈയെടുത്തുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ വാതിൽ തുറന്നു നൽകേണ്ടതുണ്ട്. ഇന്ന് നമ്മെ അലട്ടുന്ന പ്രധാന മാലിന്യങ്ങളല്ലോ പ്ലാസ്റ്റിക്കും പേപ്പറും ഈ വേസ്റ്റുകളുമൊക്കെ. ഇവയുടെ പുനരുപയോഗ സാധ്യതകൾ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്നതിനും വിദ്യാലയം മുൻകൈയെടുക്കുക. അത് പരിസ്ഥിതി സംരക്ഷണത്തിനും പുതിയ സാധ്യതകൾ തുറന്നു നൽകുന്നതിനും അവസരമൊരുക്കും. അതുപോലെ ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം കുറയ്ക്കുകയും പുനരുപയോഗിക്കാവുന്ന പാത്രങ്ങൾ, കുപ്പികൾ എന്നിവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും വേണം. അതോടൊപ്പം പച്ചക്കറികളും ചെടികളും നട്ടു വളർത്തുന്നതിനായി സ്കൂൾ പൂന്തോട്ടങ്ങൾ സൃഷ്ടിക്കുക. സ്കൂളുകൾക്ക് ചുറ്റും മരങ്ങൾ നടുകയും ഹരിതയിടങ്ങൾ പരിപാലിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുകയും ചെയ്യുക. പരിസ്ഥിതി ക്ലബ്ബുകൾ രൂപീകരിച്ച് പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നതിന് കുട്ടികൾക്ക് അവസരമൊരുക്കുക. ജലസംരക്ഷണത്തിന്റെ ആവശ്യകതയും ജലം പാഴായി പോകാതിരിക്കാനുള്ള വഴികളെക്കുറിച്ചും അവർക്ക് തിരിച്ചറിവ് നൽകുക. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കൃതി നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതിൽ പരാമർശിക്കുന്നത് പോലെ അനേകായിരം ജീവജാലങ്ങൾക്ക് കൂടി വസിക്കാനുള്ളതാണ് ഈ ഭൂമി എന്ന സന്ദേശം കൂടി വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കാൻ വിദ്യാലയങ്ങൾക്ക് സാധിക്കണം. ഇതൊക്കെ സാധ്യമാകുമോ എന്ന ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഒരു ചെറു കഥ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരിക്കൽ അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു അത്രേ, ഞാൻ അസ്തമിക്കാൻ പോവുകയാണ്. ഇനി ഇരുണ്ട ലോകത്ത് നിങ്ങൾക്ക് ആര് പ്രകാശമേകും? സ്തംഭിച്ചു നിന്ന ഇരുണ്ട ലോകത്ത് നിന്നും ഒരു മൺചിരാത് വിളിച്ചു പറഞ്ഞു അത്രേ, എന്നാലാകും വിധം ഞാൻ നിങ്ങൾക്ക് പ്രകാശമേകാം. മൺചിരാത് ചെയ്തതുപോലെ നമുക്ക് ഓരോരുത്തർക്കും പരിസ്ഥിതിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.